ആഞ്ഞടിച്ച ആ തൂഫാൻ കാറ്റ് കേരളക്കരയിൽ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കരിയറിൽ ചാർത്താൻ പറ്റിയ ഒരു പൊൻതൂവൽ തന്നെയാണ് ഓപ്പറേഷൻ തൂഫാൻ. തൂഫാന്റെ വിജയകരമായ തേരോട്ടം നടന്നുകൊണ്ടിരിക്കവേ തൂഫാനിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് ചെന്നിത്തലയുടെ തീരുമാനം. ഒരു മൂന്നാം മുറ പ്രയോഗം അനിവാര്യമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പോലീസിനും എക്സൈസിനും മാത്രമായിട്ട് ഈ വിപത്തിനെ നേരിടാനാകില്ല എന്നും ഇതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്നും പറഞ്ഞ അദ്ദേഹം 3 പ്രധാന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ആദ്യത്തേത് ബോധവൽക്കരണമാണ്. ലഹരിക്കെതിരായ ജനകീയ അവബോധം സൃഷ്ടിക്കുക. തൂഫാൻ വാരിയേഴ്സ് എന്നതാണ് രണ്ടാമത്തെ ആശയം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെയും സന്നദ്ധ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി ലഹരിക്കെതിരെ പോരാടുന്ന ഒരു കൂട്ടായ്മ രൂപീകരിക്കുക. അതിൽ ജനങ്ങൾക്കും പങ്കാളികളാകാമെന്നും അവർക്കായി പ്രത്യേക ബാഡ്ജ് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവസാനത്തേത് തൂഫാൻ കെയർ ആണ്. ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് ചികിത്സയും പുനരധിവാസവും നൽകുന്ന പദ്ധതി എന്നിവയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. തൂഫാൻ ഒരു പോരാട്ടമാണ്, ലഹരിക്കെതിരെയുള്ള ജനത്തിന്റെ പോരാട്ടം. 2026 ജൂൺ വരെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ കേരള പോലീസ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട 1500-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 60 കേസുകൾ പ്രത്യേകമായി രജിസ്റ്റർ ചെയ്യുകയും 73 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ഫലമായി ഏകദേശം 60 കിലോ കഞ്ചാവ്, 780 ഗ്രാം ഹാഷിഷ് ഓയിൽ, 1-ലധികം കുപ്പി ഹെറോയിൽ എന്നിവയും പിടിച്ചെടുത്തു. ഡ്രൈവ് ആരംഭിച്ച വേളയിൽ കൊച്ചി സിറ്റി പോലീസ് ഒറ്റ ദിവസം കൊണ്ട് മാത്രം NDPS ആക്ട് പ്രകാരം 33 കേസുകളും കോഡ്പ ആക്ട് പ്രകാരം 7 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തൂഫാനെ കുറിച്ച് വ്യക്തമാക്കുന്ന ചെന്നിത്തലയുടെ വീഡിയോ ചേർക്കുന്നു, കാണാം. UDF ഗവൺമെന്റ് ഏറ്റവും വിജയകരമായി നടപ്പാക്കുന്ന ഒന്നാണ് ഓപ്പറേഷൻ തൂഫാൻ. കേരളം കഴിഞ്ഞ കുറെ കാലമായി വലിയ തോതിലുള്ള രാസലഹരിയുടെ പിടിയിലാണ്. നമ്മുടെ പുതിയ തലമുറ അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനൊരു ദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പദ്ധതി. അത് എല്ലാവരും ഏറ്റെടുക്കണം. അത് പോലീസ് മാത്രമല്ല, പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പരിപാടി വിജയിക്കണമെങ്കിൽ ജനങ്ങൾ മുന്നോട്ട് വരണം. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല. ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ഈ ഒരു വലിയ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാകണം. ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം, 14 ജില്ലകളിലും ഈ ഒരു വാക്കത്തോൺ സംഘടിപ്പിക്കുകയുണ്ടായി. തൃശ്ശൂരിൽ വാക്കത്തോൺ ഉണ്ടായി. അന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുത്തു. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരും കാത്തിരിക്കുന്ന, കുട്ടികളെ കാത്തിരിക്കുന്ന അമ്മമാരുടെ ധാരാളം അഭ്യർത്ഥനകൾ എനിക്ക് വ്യക്തിപരമായി ലഭിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് ലഭിച്ചിട്ടുണ്ട്. അവരുടെ വേദനകളും പ്രയാസങ്ങളും കൂടി കണ്ടുകൊണ്ടാണ് ഭാവി തലമുറയെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് 2 ആസ്പെക്റ്റ് ആണ്. 1 ബോധവൽക്കരണം, 2 ശക്തമായ നിയമ നടപടികൾ. ഇത് 2 ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ ആഭ്യന്തര വകുപ്പ് എടുത്തിരിക്കുന്ന ഓപ്പറേഷൻ തുഫാന്റെ 3 പ്രോഗ്രാംസ് ആണ്. 1 ബോധവൽക്കരണം, 2 തൂഫാൻ വാരിയേഴ്സ്. കേരളം മുഴുവൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും സന്നദ്ധ സംഘടനകളെയും അതിന്റെ പ്രതിനിധികളെയും തുഫാൻ വാളണ്ടിയേഴ്സ് ആക്കി മാറ്റുന്നു. ജനങ്ങൾക്കെല്ലാം തുഫാൻ വാളണ്ടിയേഴ്സ് ആകാം. ഞങ്ങൾ എല്ലാവർക്കും അവർക്ക് ബാഡ്ജ് കൊടുക്കുന്നുണ്ട്, തുഫാൻ വാളണ്ടിയേഴ്സ്. 3-മത്തേത് തുഫാൻ കെയർ. ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് റീഹാബിലിറ്റേഷൻ അടക്കം, ചികിത്സ അടക്കം നൽകാനുള്ള പദ്ധതി. അപ്പൊ ഇങ്ങനെ 3 പദ്ധതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇന്ന് അത് വലിയ വിജയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇതെന്ന് തിരിച്ചറിവ് കേരളത്തിലെ ചെറുപ്പക്കാർ, ജനങ്ങൾക്ക് പൊതുവെയുമുണ്ട്. അപ്പൊ അതിനെ വിജയിപ്പിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. ഇന്നിപ്പോ തൃശ്ശൂർ കോർപ്പറേഷനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് അവര് MLA
ഞാനും കൂടി പോയി. ഇന്നിപ്പോൾ അവിടെ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു. തുഫാൻ ഗോൾ കിക്ക് എന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കോർപ്പറേഷൻ നേതൃത്വത്തിൽ തൃശ്ശൂരിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ബോധവൽക്കരണവും മറ്റ് റെയ്ഡുകളും ഒക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പോലീസിന്റെ നടപടി കൊണ്ട് മാത്രമാകുന്നില്ല, എല്ലാവരും മുന്നോട്ട് വരണം. കേരളത്തെ ലഹരി വിമുക്ത സംസ്ഥാനമാക്കണം. കേരളത്തെ ഈ ഇത്തരം രാസലഹരിയിൽ നിന്ന് മോചിപ്പിക്കണം. അതിന് മാധ്യമങ്ങളുടെ സഹകരണം പരമാവധി ലഭിക്കുന്നുണ്ട്. എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.